ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് പുതിയ വീട്, ന്യൂ ഹോം. അപ്പം ഈ ഒരു പേരിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി ഒരു പുതിയ വീടിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പുതിയ വീടിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്ക് പറയാം, എങ്ങനെ ഒരു സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് എഴുതാം, ഒരു ടെൻസിന് വേറൊരു ടെൻസിനോട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം, ഇതൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ പഠിക്കാം. അപ്പം നമ്മുടെ കഥയുടെ പേര് പുതിയ വീട്. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ്, അവളുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായി ഒരു വീട് പണിയുക എന്നതാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം, ബിഗ്ഗസ്റ്റ് ഡ്രീം. സ്വപ്നത്തിന് നമ്മൾ ഡ്രീം എന്ന് പറയും. സ്വന്തമായി, ഓൺ. വീടിന് നമുക്ക് ഹൗസ് എന്ന് പറയാം, ഹോം എന്ന് പറയാം. പണിയുകയ്ക്ക് നമ്മൾ പറയാം ബിൽഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവളുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായി ഒരു വീട് പണിയുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിനാണ് ഞാൻ എഴുതുന്നത് ബിഗ്ഗസ്റ്റ് ഡ്രീം. ഡ്രീം എന്ന് വെച്ചാൽ സ്വപ്നം. ബിഗ്ഗസ്റ്റ് ഡ്രീം, അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഈസ് ടു പണിയുക എന്ന് വെച്ചാൽ ബിൽഡ്. ഈസ് ടു ബിൽഡ് ഹർ ഓൺ ഹൗസ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ഓൺ ഹൗസ്, സ്വന്തമായ വീട്. അപ്പോൾ ബിൽഡ് എന്ന് വെച്ചാൽ പണിയുക. ബിഗ്ഗസ്റ്റ് ഡ്രീം, അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതിയെന്ന് ഒന്നും കൂടെ പറയാം. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായ ഒരു വീട് പണിയുക എന്നതാണ്. ബിഗ്ഗസ്റ്റ് ഡ്രീം ഈസ് ടു ബിൽഡ് ഹർ ഓൺ ഹൗസ്. ബിഗ്ഗസ്റ്റ് ഡ്രീം ഈസ് ടു ബിൽഡ് ഹർ ഓൺ ഹൗസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ തൻ്റെ സ്വപ്നം ഡ്രീം സാക്ഷാത്കരിക്കുക അല്ലെങ്കിൽ നിറവേറ്റുക. നമുക്ക് എങ്ങനെ പറയാം? ഫുൾഫിൽ. പക്ഷേ ഇവിടെ സാക്ഷാത്കരിച്ചു, ഓൾറെഡി അവളുടെ സ്വപ്നം നിറവേറ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫുൾഫിലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? അവൾ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. നമുക്ക് എഴുതാം അവൾ. അപ്പം നിറവേറ്റി അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുക നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫുൾഫിൽ എന്നാണ്. പക്ഷേ നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. കാര്യം എന്താ? കാര്യം ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, സാക്ഷാത്കരിച്ചു, നിറവേറ്റി. അപ്പം പാസ്റ്റ് ഫോമിലാക്കി. ഫുൾഫിൽഡ് അവളുടെ സ്വപ്നം. അപ്പം നമുക്ക് എഴുതാം ഫുൾഫിൽഡ് ഹർ ഡ്രീം. ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. അപ്പം ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഡ്രീം ഇവിടെ എഴുതാം. നമുക്ക് ഫുൾഫിൽഡ് ഹർ ഡ്രീം. അവൾ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇത് ആരാണ് കേട്ടോ? DREM. അപ്പം എങ്ങനെയാ നമുക്ക് ഒന്നിച്ച് പറയാം? ഫുൾഫിൽഡ് ഹർ ഡ്രീം. അവൾ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഒരു മനോഹരമായ ചെറിയ വീട് പണിതു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ ഒരു മനോഹരമായ ചെറിയ വീട്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഒരു മനോഹരമായ. അപ്പം നമുക്ക് പറയാം ബ്യൂട്ടിഫുൾ ചെറിയ വീട്, ലിറ്റിൽ ഹൗസ്, അല്ലെങ്കിൽ നമുക്ക് സ്മോൾ ഹൗസ് എന്ന് പറയാം. അപ്പോൾ പണിയുക എന്ന് വെച്ചാൽ എന്താ? ബിൽഡ്. അപ്പം ഇവിടെ പണിതു എന്നാണ്. അപ്പം നമുക്ക് ബിൽഡിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ ഒരു മനോഹരമായ ചെറിയ വീട് പണിതു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനി ഞാൻ എന്താ എഴുതാൻ പോകണം? പണിയുക എന്ന് വെച്ചാൽ എന്താ? ബിൽഡ്. അപ്പം നമുക്ക് ബിൽഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബിൽഡിൻ്റെ 3 ഫോംസ് പഠിക്കാം. എന്തൊക്കെയാ ബിൽഡിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാ? അപ്പോൾ പണിയുക എന്ന് വെച്ചാൽ BUILD. നിങ്ങൾക്ക് കാണാം, ഇത് U ആണേ, BU ആണ് കേട്ടോ, BUILD ബിൽഡ്. അപ്പം ഫസ്റ്റ് ഫോമാണ് ബിൽഡ്. അപ്പോൾ ഇനി ബാക്കി 2 ഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിൽഡ്, പണിയുക. ബിൽഡ് എന്ന് വെച്ചാൽ പണിയുക. അപ്പം നെക്സ്റ്റ് എഴുതാൻ പോണത് എന്താ? ബിൽഡ്, പണിഞ്ഞു. അപ്പം ബിൽഡിൻ്റെ പാസ്റ്റ് ഫോമാണ് ബിൽഡ്. അപ്പം സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ് കേട്ടോ. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ബിൽഡ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം, പണിയുക. അപ്പോൾ ബിൽഡിൻ്റെ 2 ഫോംസും സെയിം ആണ്. ബിൽഡിൻ്റെ ബാക്കി 2 ഫോംസ് ബിൽഡ് ആൻഡ് ബിൽഡ് തന്നെയാണ്. അപ്പം അത് ജസ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് ഇത് നമ്മൾ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് കിട്ടും. അപ്പം അവളൊരു മനോഹരമായ ചെറിയ വീട് പണിതു. അപ്പം നമ്മളിവിടെ പണിതു എന്നാണ്. അപ്പോൾ പണിയുക എന്ന് വെച്ചാൽ എന്താ? ബിൽഡ്. അപ്പം ബിൽഡിനെ നമ്മൾ പറഞ്ഞു കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം നമുക്ക് എഴുതാം. അപ്പോൾ എന്താ? അപ്പം ഞാനിവിടെ ബിൽഡിന് പകരം
ബിൽഡിന് പകരം ഞാൻ ബിൽട്ടാണ് എഴുതാൻ പോണത്. BUILT ബിൽട്ട്. അപ്പം ഷീ ബിൽട്ട് എ മനോഹരമായ. അപ്പം ഇവിടെ എ എന്തുകൊണ്ട് യൂസ് ചെയ്തത്? കാര്യം ഒരു മനോഹരമായ എന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എ യൂസ് ചെയ്തത്. ഒരു എന്നുള്ളത് ഞാൻ ഇവിടെ എ ഉപയോഗിച്ചു. എ മനോഹരമായ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ. ഷീ ബിൽട്ട് എ ബ്യൂട്ടിഫുൾ. ഇനി ചെറിയ ഞാനിവിടെ എന്താ എഴുതാൻ പോണേ? ലിറ്റിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്മോൾ എന്ന് എഴുതാം. ഇവിടെ ഞാൻ ചെറിയ എന്ന് എഴുതിയത്, ലിറ്റിൽ എന്നാണ് എഴുതിയത്. ഹൗസ്. നമുക്ക് ഒന്നിച്ചും കൂടെ വായിക്കാം. ഷീ ബിൽട്ട് എ ബ്യൂട്ടിഫുൾ ലിറ്റിൽ ഹൗസ്. ഷീ ബിൽട്ട് എ ബ്യൂട്ടിഫുൾ ലിറ്റിൽ ഹൗസ്. അവൾ ഒരു മനോഹരമായ ചെറിയ വീട് പണിതു. അവൾ ഒരു മനോഹരമായ ചെറിയ വീട് പണിതു. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു, ബിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഫോമാണ്. ആ ബിൽഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. പിന്നെ ബിൽഡിൻ്റെ 3 ഫോംസ് പഠിച്ചു. ബിൽഡിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? ബിൽട്ട്. അപ്പം ഇത് രണ്ടും സെയിം ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം സെയിം ആണ്. ഫസ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ മാറ്റം. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങ് നാളെയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞങ്ങളുടെ പുതിയ വീട്, അവർ ന്യൂ ഹൗസ്. അപ്പോൾ പുതിയത് ന്യൂ, ഞങ്ങളുടെ അവർ, വീട് നമുക്ക് ഹൗസ് ഹോം എന്ന് പറയാം. അപ്പം ഗൃഹപ്രവേശ ചടങ്ങ്, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹൗസ് വാമിംഗ് സെറമണി നാളെ, ടുമോറോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങ് നാളെയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവർ ന്യൂ. അപ്പം അവർ ന്യൂ ഹൗസ്. അപ്പം അവർ ന്യൂ ഹൗസ് എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളുടെ പുതിയ വീട്. അപ്പം ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങെന്നല്ലേ. അപ്പം നമുക്ക് എഴുതാം അവർ ന്യൂ ഹൗസ് വാമിംഗ് സെറമണി. അപ്പോൾ സെറമണിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ? CEREMONY. അവർ ന്യൂ ഹൗസ് വാമിംഗ് സെറമണി എന്നാണ്? നാളെ. അപ്പം ഈസ് ടുമോറോ. അപ്പം നമുക്ക് എഴുതാം TOMORROW. അപ്പം നിങ്ങൾക്ക് ഈ ടുമോറോ എന്നുള്ളത് മിക്കവർക്കും കൺഫ്യൂഷൻ വരുന്നത് വേണം. കണ്ണിലായിട്ട് അറിയാമെന്ന് പോലെ നമ്മൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഓർത്തിച്ചേക്കോ, TOMORROW. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? അവർ ന്യൂ ഹൗസ് വാമിംഗ് സെറമണി ഈസ് ടുമോറോ. ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങ് നാളെയാണ്. അവർ ന്യൂ ഹൗസ് വാമിംഗ് സെറമണി ഈസ് ടുമോറോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവളുടെ, ഹർ. കുടുംബാംഗങ്ങൾ നമുക്ക് പറയാം ഫാമിലി. സുഹൃത്തുക്കൾ ഫ്രണ്ട്സ്. അപ്പോൾ വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പോൾ ഇവിടെ വന്നു എന്നാണ്. അപ്പോൾ നമുക്ക് കമ്മിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹർ. അപ്പോൾ കുടുംബാംഗങ്ങൾ എന്നുള്ളതിനാണ് ഞാനിവിടെ ഫാമിലി എന്ന് എഴുതുന്നത്. ഹർ ഫാമിലി. പിന്നെന്താ? സുഹൃത്തുക്കൾ. അപ്പം നമുക്ക് എഴുതാം ഹർ ഫാമിലി ആൻഡ്. അപ്പം സുഹൃത്ത് എന്ന് വെച്ചാൽ ഫ്രണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ സുഹൃത്തുക്കൾ എന്നുണ്ട്, കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എന്ന് എഴുതാം. ഹർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. കം എന്ന് വെച്ചാൽ പ്രസൻറ്റ് ഫോം, വരിക. അപ്പോൾ ഒരു പ്രസൻറ്റ് ഫോമായ കമ്മിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. കം, വരിക. അപ്പം വന്നു, ഓളി വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കേം ആക്കാം. അപ്പോൾ കമ്മിനെ കൺവേർട്ട് ചെയ്ത് കേം ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് കേം. ഹർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് കേം. അവളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വന്നു. ഹർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് കേം. അപ്പോൾ നമ്മളിവിടെ കമ്മിനെ കൺവേർട്ട് ചെയ്ത് കേം ആക്കി. കം, വരിക, കേം, വന്നു. അപ്പം ഫാമിലി, കുടുംബാംഗങ്ങൾ. ഇവിടെ ഈ കുടുംബാംഗങ്ങൾ എന്നുള്ളതിന് ഫാമിലി എന്ന് എഴുതി, അല്ലെങ്കിൽ കുടുംബം എന്നായാലും നമുക്ക് എഴുതാം. അവളുടെ കുടുംബം എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ ഫാമിലി എന്ന് എഴുതാമായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, കൂട്ടുകാർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എല്ലാവർക്കും ബിരിയാണിയും ബേക്കറി ഐറ്റംസും തയ്യാറാക്കിയിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. എല്ലാവരും, എവ്രി വൺ. തയ്യാറാക്കുക എന്ന് വെച്ചാൽ പ്രിപ്പയർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം തയ്യാറാക്കിയിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എല്ലാവർക്കും ബിരിയാണിയും ബേക്കറി ഐറ്റംസും തയ്യാറാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ്
ഇപ്പോൾ ഇവിടെ ഐറ്റംസ് മലയാളത്തിൽ ഞാൻ സെയിം തന്നെയാണ് എഴുതിയത്. അപ്പം ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ്. അപ്പോൾ ഇനി ഞാൻ എന്താണ് എഴുതാൻ പോകുന്നത്, നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക നമ്മൾ എന്ത് എഴുതാമെന്ന് ഇവിടെ. അപ്പം ഇവിടെ ഈസ്, വാസ്, വെയർ എഴുതാം. നമുക്കിവിടെ എന്ത് സെലക്ട് ചെയ്ത് എഴുതാം നമുക്ക് നോക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വെയർ ഉണ്ട്. അപ്പം നമുക്കറിയാം ഈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ, ഈസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഈസ് യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ഇത് നമുക്ക് കാണാം തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കറിയാം നമുക്ക് വാസ് ആൻഡ് വെയർ യൂസ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് വാസ് ആൻഡ് വെയർ യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ്. അപ്പം ഇത് ബിരിയാണി മാത്രമല്ല, ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ്. ഇപ്പം പ്ലൂറൽ സബ്ജക്റ്റാണ്, സിംഗുലാർ സബ്ജക്റ്റ് അല്ല, ഒറ്റ ഒരു കാര്യമല്ല. ബിരിയാണിയും ബേക്കറി ഐറ്റംസ് ഇപ്പം പ്ലൂറൽ സബ്ജക്റ്റ്. ബിരിയാണി മാത്രമായിരുന്നെങ്കിൽ സിംഗുലാർ സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്യത്തില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ വെയർ യൂസ് ചെയ്താണ് എഴുതാൻ പോണത്. ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ് വെയർ. അപ്പം വെയർ യൂസ് ചെയ്തു. ഇപ്പോൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രിപ്പയർ എന്നാണ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ തയ്യാറാക്കിയിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പയറിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. പ്രിപ്പയർഡ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് എന്ന് എഴുതി. ഇപ്പോൾ ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ് വെയർ പ്രിപ്പയർഡ്. ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ എന്താ എഴുതാൻ പോണത്, ഫോർ എവ്രി വൺ, എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം ഫോർ എവ്രി വൺ, ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ് വെയർ പ്രിപ്പയർഡ് ഫോർ എവ്രി വൺ. നമുക്ക് ഒന്നും കൂടെ പറയാം. ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ് വെയർ പ്രിപ്പയർഡ് ഫോർ എവ്രി വൺ. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു. വെയർ എന്തുകൊണ്ടാണ് എഴുതിയത്, കാര്യം ഇവിടുത്തെ സബ്ജക്റ്റ് ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, സിംഗുലാർ സബ്ജക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയർ യൂസ് ചെയ്തു. പിന്നെ പ്രിപ്പയറിനെ കൺവേർട്ട് ചെയ്ത് പ്രിപ്പയർഡ് എന്നാക്കി എഴുതി. അപ്പം ഇത്രയും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. നമുക്ക് ഒന്നിച്ചൊന്നും പറയാം. എല്ലാവർക്കും ബിരിയാണിയും ബേക്കറി ഐറ്റംസും തയ്യാറാക്കിയിരുന്നു. ബിരിയാണി ആൻഡ് ബേക്കറി ഐറ്റംസ് വെയർ പ്രിപ്പയർഡ് ഫോർ എവ്രി വൺ. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് നിരവധി സമ്മാനങ്ങൾ കിട്ടി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ. നിരവധി അല്ലെങ്കിൽ ധാരാളം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, മെനി. സമ്മാനങ്ങൾ, സമ്മാനം എന്ന് വെച്ചാൽ ഗിഫ്റ്റ്. അപ്പോൾ ഇവിടെ സമ്മാനങ്ങൾ എന്നുണ്ട്. അപ്പോൾ കുറേ സമ്മാനത്തിനാണ് സമ്മാനങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഗിഫ്റ്റിനെ ഗിഫ്റ്റ്സ് എന്ന് എഴുതാം. അപ്പോൾ കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക, നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ റിസീവ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾക്ക് നിരവധി സമ്മാനങ്ങൾ കിട്ടി. നമുക്ക് എങ്ങനെ എഴുതാം, ഷീ. അപ്പം കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം, റിസീവ്. അപ്പം ഇവിടെ കിട്ടി എന്നാണ്, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് റിസീവ് എന്ന പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് പാസ്റ്റ് ഫോമിൽ എഴുതാം, റിസീവ്ഡ്. ഷീ റിസീവ്ഡ്. അപ്പോൾ നിരവധി അല്ലെങ്കിൽ ധാരാളം നമുക്ക് അല്ലെങ്കിൽ കുറേ നമുക്ക് എങ്ങനെ എഴുതാം, ഷീ റിസീവ്ഡ് മെനി സമ്മാനങ്ങൾ. അപ്പോൾ സമ്മാനം എന്ന് വെച്ചാൽ ഗിഫ്റ്റ്. അപ്പോൾ ഇവിടെ സമ്മാനങ്ങൾ എന്നാണ് നമ്മൾ ഗിഫ്റ്റിനെ ഗിഫ്റ്റ്സ് എഴുതും, സമ്മാനങ്ങൾ. അപ്പം ഷീ റിസീവ്ഡ് മെനി ഗിഫ്റ്റ്സ്, അവൾക്ക് നിരവധി സമ്മാനങ്ങൾ കിട്ടി. അല്ലെങ്കിൽ നമുക്ക് റിസീവിന് പകരം നമുക്ക് എന്ത് എഴുതാം, നമ്മൾ ഗോട്ട് എന്ന് എഴുതാം. ഷീ റിസീവ്ഡിന് പകരം ഷീ ഗോട്ട് മെനി ഗിഫ്റ്റ്സ്. അപ്പം ഈ ഗോട്ട് എന്ന് പറയുന്നത് ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പം ഒരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ ഷീ ഗെറ്റ് മെനി ഗിഫ്റ്റ്സ് നമ്മൾ പറയും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഗെറ്റിനെ ഗോട്ടാക്കി മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ എഴുതാമെന്ന് ഞാൻ ജസ്റ്റ് പറയാം. അതും നിങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ് ആക്കണ്ട. അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താ, ഷീ ഗോട്ട് മെനി ഗിഫ്റ്റ്സ് എന്ന് എഴുതാം നമുക്ക്. അപ്പം ഇത് ഞാൻ ഇപ്പോൾ ഈ എഴുതിയത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഷീ റിസീവ്ഡ് മെനി ഗിഫ്റ്റ്സ്, അവൾക്ക് നിരവധി സമ്മാനങ്ങൾ കിട്ടി. ഷീ റിസീവ്ഡ് മെനി ഗിഫ്റ്റ്സ്. അപ്പം ഞാനിവിടെ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ എഴുതിയേക്കാം. നമുക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഷീ കിട്ടി എന്നല്ലേ. അപ്പം ഗെറ്റിൻ്റെ പാസ്റ്റ് ഫ്രം ഗോട്ടാണ്. അപ്പം ഷീ ഗോട്ട് മെനി ഗിഫ്റ്റ്സ്. അപ്പം നമുക്ക് ഇങ്ങനെയും എഴുതാം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വീട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. മനോഹരം, ബ്യൂട്ടിഫുൾ. അലങ്കരിക്കുക, ഡെക്കറേറ്റ്. ഇപ്പോൾ ഇവിടെ അലങ്കരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതണം. കാര്യം എന്താ, കാര്യം ഇവിടെ അലങ്കരിച്ചിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഈ ഒരു സെൻറ്റൻസ് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വീട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം, ദ ഹൗസ്. അപ്പോൾ ഇനി ഞാനൊരു 3 ഓപ്ഷൻ എഴുതാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. ഇവിടെ വാസ്,
ഉണ്ട്, വാസ്, ഈസ്, വെയർ. അപ്പം നമുക്ക് ഏത് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഈസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യണത്? നമുക്കിവിടെ ഈസ് യൂസ് ചെയ്യാൻ പറ്റൂല, നമുക്ക് നോക്കാം. അപ്പോൾ ഈസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്കറിയാം, ഇതൊരു ഓൾറെഡി ഇത് കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ചിരുന്നു. അപ്പോൾ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാസ് ആൻഡ് വെയർ ഉണ്ട്. ഈ വാസ് ആൻഡ് വെയർ നമുക്ക് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക, സബ്ജക്റ്റ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ വാസ് യൂസ് ചെയ്യണോ വെയർ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? ഹൗസിൻ്റെ കൂടെ നമ്മൾ ദ ഹൗസിൻ്റെ കൂടെ വാസ് യൂസ് ചെയ്യുമോ വെയർ യൂസ് ചെയ്യുമോ? അപ്പം നമ്മൾ ജസ്റ്റ് ഓർക്കുക. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഹൗസ് എന്ന് പറയുന്നത് ഒറ്റ ഹൗസിനെ പറ്റി പറയുന്നത്, ഒറ്റ ഹൗസ്. അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ. ഇപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ പറയുന്നില്ല, ഹൗസ് മാത്രം, ഒറ്റ ഹൗസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതിന് കൂടുതൽ ഒരു 2 വീടോ ഒന്നും പറയുന്നില്ല, ഒറ്റ ഒരു വീടിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെയർ യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതും ക്രോസ് ചെയ്യാം, വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വാസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ദ ഹൗസ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വെയർ യൂസ് ചെയ്ത് എഴുതായിരുന്നു. അപ്പം എന്താ വേറെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് ഒറ്റ കാര്യമല്ലേ പറഞ്ഞു, ഒരു വീടിനെ പറ്റി മാത്രമേ പറയുള്ളൂ. അപ്പോൾ വീടിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ വീടും ആ മരവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് വേറെ യൂസ് ചെയ്ത് എഴുതായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വാസ് യൂസ് ചെയ്യാം, ദ ഹൗസ് വാസ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ക്ലിയർ ആവുന്നില്ല. അപ്പം ഞാനിവിടെ വാസ് യൂസ് ചെയ്തു, വാസ് എഴുതി, ദ ഹൗസ് വാസ്. അപ്പം മനോഹരമായി എന്നുള്ളതിന് ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുവാണ്, മനോഹരമായി. അല്ലെങ്കിൽ മനോഹരം എന്ന് വെച്ചാൽ എന്താ? ബ്യൂട്ടിഫുൾ. അപ്പം ഇവിടെ മനോഹരമായി എന്നല്ലേ, അപ്പം ഞാൻ ബ്യൂട്ടിഫുള്ളി എന്നാണ് എഴുതേണ്ടത്. ദ ഹൗസ് വാസ് ബ്യൂട്ടിഫുള്ളി. അപ്പം അലങ്കരിക്കുക എന്ന് വെച്ചാൽ ഡെക്കറേറ്റ് എന്നാണ് അലങ്കരിക്കുക. പക്ഷേ ഇവിടെ അലങ്കരിച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞില്ലേ, ഡെക്കറേറ്റിനെ പാസ്റ്റ് ഫോമിൽ എഴുതുന്നു. അപ്പം ഇവിടെ ഡെക്കറേറ്റഡ് എന്ന് എഴുതാം, ഡെക്കറേറ്റഡ്. അപ്പം ഈ ക്രോസ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാം ക്രോസ്. അപ്പോൾ ഡെക്കറേറ്റഡ് എന്ന് എഴുതി കേട്ടോ ഇവിടെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അപ്പം ഞാൻ എന്താ എഴുതിയത്? ദ ഹൗസ് വാസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. വീട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. ദ ഹൗസ് വാസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. അപ്പം ഇവിടെ നമ്മൾ 3 ഓപ്ഷൻ എഴുതി, നമ്മളിവിടെ വാസ് യൂസ് ചെയ്താണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പം എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്, എങ്ങനെ യൂസ് ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒന്നും കൂടെ പറയാം, വീട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. ദ ഹൗസ് വാസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് അവളുടെ ജീവിതത്തിലെ വളരെ പ്രത്യേകപ്പെട്ട ഒരു ദിവസമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ ജീവിതം, ഹെർ ലൈഫ്, വളരെ, വെരി, പ്രത്യേകപ്പെട്ട, സ്പെഷ്യൽ, ഒരു ദിവസം, എ ഡേ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഇത് അവളുടെ ജീവിതത്തിലെ വളരെ പ്രത്യേകപ്പെട്ട ഒരു ദിവസമാണ്. നമുക്ക് എഴുതാം, ഇറ്റ്സ് എ വെരി എന്ന് വെച്ചാൽ വളരെ, സ്പെഷ്യൽ, പ്രത്യേകപ്പെട്ട, വെരി സ്പെഷ്യൽ, വളരെ പ്രത്യേകപ്പെട്ട, ഡേ, ദിവസം. അപ്പം ഇനി എന്താ നമുക്ക് എഴുതാനുള്ളത്? അവളുടെ ജീവിതത്തിലെ. അപ്പം നമുക്ക് എഴുതാം ഇൻ ഹെർ ലൈഫ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഇൻ ഹെർ ലൈഫ്. ഇത് അവളുടെ ജീവിതത്തിലെ വളരെ പ്രത്യേകപ്പെട്ട ഒരു ദിവസമാണ്. എ വെരി സ്പെഷ്യൽ ഡേ ഇൻ ഹെർ ലൈഫ്. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഇൻ ഹെർ ലൈഫ്. അപ്പോൾ ഇവിടെ വെരി സ്പെഷ്യൽ ഡേ എന്ന് വെച്ചാൽ എന്താ? വളരെ പ്രത്യേകപ്പെട്ട ദിവസം, വളരെ പ്രത്യേകപ്പെട്ട ഒരു ദിവസം. ആ ഒരു എന്നുള്ളതിനാണ് ഇവിടെ ഞാൻ എ യൂസ് ചെയ്തത്. ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.